നമസ്കാരം. പിണറായി സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റെന്നും വികസനോന്മുഖമെന്നും ഒക്കെ വിളിച്ച ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ജനത്തിന് തോന്നിക്കാണും ഇതിലും തള്ളു തന്നെ മുഖ്യമെന്ന്. ഒരിക്കലും നടപ്പിലാക്കാത്ത പദ്ധതികളുടെ പേരിൽ രോമാഞ്ചം കൊള്ളിക്കുന്ന പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് ഇപ്പോൾ ധനകാര്യമന്ത്രിമാരുടെ പതിവായിരിക്കുകയാണ്. കാരണം തലേന്നത്തെ ബജറ്റിൽ നിന്നെടുത്ത് ഇങ്ങോട്ട് വെച്ചാൽ മതിയല്ലോ. അല്ലേലും ബെഡായി പറയാൻ സംസ്ഥാന സർക്കാർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഏത് സർക്കാരും. ഉദാഹരണത്തിന് കേരളത്തിലെ കുഞ്ഞൻ ഊട്ടി എന്നറിയപ്പെടുന്ന പൊന്മുടി മലനിരകൾ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ശതാബ്ദങ്ങളായി. പശു തിന്നുകയുമില്ല, ശുരകരെ കൊണ്ട് തീറ്റിക്കുകയുമില്ല എന്നതാണ് പൊന്മുടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. എന്നാലും ഫോറസ്റ്റ് വക തകൃതിയായി പിരിവ് നടക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ 10 വർഷമായി പൊന്മുടി വികസനത്തിന്റെ പേരിൽ ബജറ്റിൽ തുക വകയിരുത്തുന്ന പതിവ് ഇത്തവണയും ആവർത്തിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ പൊന്മുടി ടൂറിസം മേഖലയുടെ വികസനത്തിനായി 2016-17 ബജറ്റിൽ അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക് ഖടാകടിയൻ പദ്ധതികൾ അവതരിപ്പിച്ചിരുന്നു. പൊന്മുടിയിലേക്ക് റോപ്പ് വേ നിർമ്മിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനുമായി 200 കോടി രൂപ പ്രത്യേക നിക്ഷേപ പദ്ധതിയിൽ നിന്ന് നീക്കിവെക്കുന്നു. നടപ്പുവർഷം 5 കോടിയുടെ ചിലവ് പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു പ്രഖ്യാപനം. ഇതാ 10ാം വർഷത്തിലും പൊന്മുടി റോപ്പ് വേ സാധ്യത പഠനത്തിനായി 50 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. 10 വർഷം മുമ്പ് ബജറ്റിൽ റോപ്പ് വേ നിർമ്മിക്കാൻ 5 കോടി വകയിരുത്തി എന്ന് പറഞ്ഞ സർക്കാരാണ് ഇപ്പോൾ വീണ്ടും സാധ്യതാ പഠനത്തിന് പണം നീക്കിവച്ചിരിക്കുന്നത്. ഇനിയും എത്ര കോടി വകയിരുത്തുമെന്ന് കണ്ടറിയണം. അതുപോലെ ലോക സമാധാനത്തിന് കഴിഞ്ഞ ബജറ്റിൽ 2 കോടി രൂപ നീക്കിവെച്ചതും സർക്കാരിന്റെ ഒരു ബെഡായി പ്രഖ്യാപനമായിരുന്നു. എന്നിട്ട് സമാധാനം പോയതല്ലാതെ ആർക്കും അത് കിട്ടിയതുമില്ല. 2024-25 വർഷത്തെ ബജറ്റിൽ ധനമന്ത്രി KN ബാലഗോപാൽ സുപ്രധാനമായ മറ്റൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഡിജിറ്റൽ സർവകലാശാലയിൽ ബിരുദാനന്തര ബിരുദം ചെയ്യുന്നവർക്ക് പഠനശേഷം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യാൻ അവസരം ഒരുക്കുമെന്നും ഇതിനായി 10 കോടി രൂപ നീക്കിവെക്കുമെന്നും എന്നിട്ട് അവർ PhD പഠനശേഷം നാട്ടിൽ തിരിച്ചെത്തി നാടിന്റെ വികസനത്തിനായി 3 വർഷം സേവനം നടത്തണമെന്ന്. എന്നാൽ ബജറ്റിലൂടെ വാഗ്ദാനം ചെയ്ത ഈ തുക ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് നാളിതുവരെയായിട്ടും അനുവദിച്ചിട്ടില്ല. ഇതാണ് ബജറ്റ് വാഗ്ദാനങ്ങളുടെ അവസ്ഥ. ചുമ്മാ കുറെ തള്ളലുകൾ മാത്രം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.